بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതെന്തിന്, അതിന്റെ ഹിക്മത്ത് എന്താണ്, എന്താണ് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്, അത് ചെയ്യേണ്ട രൂപം എന്താണ്, ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇത് വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം, ഈ പഠിച്ച കാര്യം, ഈ ഉൾക്കൊണ്ട അടിസ്ഥാന വിശ്വാസ പ്രമാണം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? ഇലാ അമാദാനതു നാസ അവലൻ, ജനങ്ങളോട് നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ഏതു രൂപത്തിലാണ് ഒന്നാമതായി പറയേണ്ടത്? ദഅവത്ത് നടത്തുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്, അല്ലേ? പല മാർഗങ്ങളിലൂടെയും ജനങ്ങളെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. നമ്മൾ അനുദിനം ഓരോ ദഅവത്തിന്റെ മാർഗങ്ങൾ കണ്ടിട്ട് അന്തം വിടുകയാണ്. ആ രൂപത്തിൽ ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ സമയത്തും, ഓരോ കാലത്തും ഓരോ രൂപത്തിലുള്ള വൈവിധ്യങ്ങളായ ദഅവത്തിന്റെ മാർഗങ്ങൾ പുതുതായി ഓരോരുത്തർ കൊണ്ടുവരികയാണ്. നമ്മൾ ആദ്യമായി പറഞ്ഞു, നമ്മുടെ മസാദിറുകൾ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കുന്ന സ്രോതസ്സുകൾ, അത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫഹ്മി മൻഹജി സലഫിന സാലിഹ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, ഇത് സലഫുകളായ ആളുകൾ, അതായത് അസ്സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചോദിക്കുകയും സംസാരിക്കുകയും കേൾക്കുകയും അനുഷ്ഠിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്ത ആളുകൾ, അവര് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാണ് നമ്മൾ അമലുകൾ സ്വീകരിക്കുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നടത്തേണ്ട രൂപം എന്താണ്? ആരാണത് നിർവഹിക്കേണ്ടത്? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ ദഅവത്ത് നടത്തേണ്ടത് അള്ളാഹുവിന്റെ കിതാബിലേക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കാണ്. അതെങ്ങനെയാണ്? അള്ളാഹുവും റസൂലും കാണിച്ചെന്ന പോലെ തന്നെ ഓരോ അമലുകളും, നമ്മൾ നമസ്കാരം എങ്ങനെ പഠിച്ചു, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, ഇതുപോലെ ദഅവത്തിന്റെ കാര്യവും അള്ളാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ ഒന്നാമതായി ക്ഷണിക്കേണ്ടത് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിന്റെ മാർഗം ഏതാണ്? അതിന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വകയായി ഓരോ സമയത്തും ഓരോ കാലത്തും നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിനനുസരിച്ച്, നമുക്ക് ഗുണമുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നതനുസരിച്ച് അല്ല നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഓരോ കമ്പനിയും ഓരോ സമയത്തും പല രൂപത്തിലുള്ള പരസ്യങ്ങൾ ഇടുന്ന കാണാൻ പറ്റും. ചില പരസ്യങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇതെന്താണെന്നും മനസ്സിലാവില്ല, ഒരു പ്രത്യേകമായ രൂപത്തിലായിരിക്കും. ഇതുപോലെ പലതും കണ്ടിട്ടും പലതും കേട്ടിട്ടും, അതുപോലെ സത്യനിഷേധികളായ കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും മസീഹീങ്ങളും പാശ്ചാത്യരും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ദൈവത്തിന്റെ മാർഗമായി സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മളെ മൻഹജിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് ക്ഷണിക്കുന്നത്. അത് അള്ളാഹുവിന്റെ കിതാബ് കൊണ്ടാണ് ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമുക്ക് മാതൃക. ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാരെ വിളിച്ചുവിട്ടാൽ നമ്മൾ ഖുർആനും ഹദീസും പറയാന്ന് പറഞ്ഞ ആൾക്കാർ വളരെ പരിമിതമായിരിക്കും. കൂടുതൽ ആൾക്കാരൊന്നും കിട്ടൂല. നേരെ മറിച്ച് നിങ്ങൾ ഒരു വിഷയം വേണ്ട, എന്തെങ്കിലും ഒരു ശിക്ഷ ഇട്ടിട്ടൊക്കെ പൊതുവിഷയത്തിൽ ഒരു കുറച്ചധികം സമർത്ഥമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാള് ഏതെങ്കിലും ഒരു പൊതുവിഷയം സംസാരിക്കുകയും മൈക്ക് കെട്ടി പുറത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ
ഒരു 100-500 ആൾക്കാർ കൂടാൻ വലിയ പണിയൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ അള്ളാന്റെ കിതാബ് പഠിക്കണം, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനുണ്ട്, ഹദീസ് പഠിക്കണം, സലഫു സാലിഹ്ങ്ങളുടെ മൻഹജ് പഠിക്കണം എന്നൊക്കെ പറയുന്ന നേരം അതിന് ആൾക്കാരെ കിട്ടൂല. ഈ രീതി നമ്മൾ അനുവർത്തിക്കല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ അത് എങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അതുപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിലേക്ക് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് വേണ്ടത്. നമുക്കതിന് വളരെ വ്യക്തമായ മാതൃകയുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ സ്വയം ഉണ്ടാക്കി പറയല്ല. വ്യക്തമായ ദലീലിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ രീതിയിലാണ് പറയുന്നത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ നഹ്ലിൽ പറയുന്ന കാര്യം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും താഗൂത്തിനെ ഇജ്തിനാബ് ചെയ്യണമെന്നും വെടിയണമെന്നും. താഗൂത്ത് എന്ന് പറഞ്ഞാൽ കുല്ലുമാ ഉബിദ മിൻ ദൂനില്ല, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും, അതാണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ. അതിനെ വെടിയണമെന്നും ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് നാം എല്ലാ ഉമ്മത്തിലേക്കും ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഫമിൻഹും മൻ ഹദല്ലാ, അവരിൽ നിന്ന് അല്ലാഹു ഹിദായത്ത് നൽകിയ ആളുകളുണ്ട്. വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ലലാല, ലലാലത്ത് അവരിൽ ഹക്കായി തന്നെ പുലർന്ന ആളുകളുമുണ്ട്. ഫസീറു ഫിൽ അർളി, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുക. ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, ആ മുർസലീങ്ങളെ പ്രവാചകന്മാരെ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുക. ഇതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അല്ലാഹുവിന്റെ കൽപ്പനയുടെ കാതലായ വശം അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം. ആ പറയുന്ന കാര്യം എങ്ങനെയാണോ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെ തന്നെ പറയാം. അതിൽ നമ്മുടെ വകയായി ഒന്നും കൂട്ടേണ്ടതില്ല. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, നദൂറു മാ സുന്നത്തി ഹൈസു ദാറത്ത്, സുന്നത്തിന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാം സഞ്ചരിക്കേണ്ടത് അവരെങ്ങനെയാണോ സഞ്ചരിച്ചത് അതുപോലെ. ആര്? അസ്സഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം. നമുക്ക് സഹാബത്താണ് മാതൃക. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീൻ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അലൈക ബി ആസാരി മൻ സലഫ്, നിനക്ക് മുൻകഴിഞ്ഞു പോയ സലഫുകളുടെ മാർഗം, അവരുടെ കാലടിപ്പാടുകൾ നീ സ്വീകരിക്കേണ്ടതുണ്ട്. വൈൻ റഫലകന്നാസ്, ജനങ്ങളെല്ലാവരും നിന്നെ പുച്ഛിച്ചു തള്ളിയാലും, ജനങ്ങളുടെ അടുത്ത് ഖുർആനും ഹദീസും സലഫിന്റെ മാർഗമൊന്നും പറഞ്ഞാൽ വലിയ സ്വാധീനവും സ്വീകാര്യതയും കിട്ടൂല. എന്നാൽ പോലും നീ സ്വീകരിക്കേണ്ട എന്താണ്? സലഫുകളുടെ മാർഗമാണ്. ആളുകൾ എന്തും പറയും, അവർക്ക് എന്തും പറയാം. ആ കാര്യം നീ സൂക്ഷിക്കണം. അവരെത്രമാത്രം ഭംഗിയാക്കി പറഞ്ഞാലും പറഞ്ഞ് വശീകരിച്ചു തന്നാലും ശരി, അത് സലഫുകളിൽ നിന്ന് നിനക്കുണ്ടോ എങ്കിൽ മാത്രമേ നീ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെ സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചപ്പോൾ പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ്. ആ സംഭവം വളരെ വ്യക്തമായി അതിൽ നിന്ന് ദഅവത്തിന്റെ ആധാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ബഅസ മുആദൻ റളിയല്ലാഹു അൻഹു അലൽ യമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ, വേദക്കാരായ അഹ്ലു കിതാബുകാരായ ആളുകളുള്ള സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, ഒന്നാമതായി നീ അവരോട് പറയേണ്ടത് ഇബാദത്തുല്ലാഹ് എന്ന കാര്യമായിരിക്കണം. ഫൽയകുൻ അവ്വല മാ തദഊഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, അവരോട് ഒന്നാമതായി നീ പറയേണ്ട കാര്യം ഇബാദത്തുല്ലാഹ് എന്നുള്ളതാണ്. ഫൈദാ അറഫുല്ലാഹ, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയാൽ, ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം ഖംസ സലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം, അവർക്ക് ഒരു ദിവസം 5 നേരം പകലും രാത്രിയുമായി 5 നേരത്തെ നമസ്കാരം ഫർളാക്കിയിരിക്കുന്നു എന്ന കാര്യം നീ അവരോട് പറയണം.
ഫൈദാ ഫഅലു, അവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരത് ചെയ്തു കഴിഞ്ഞാൽ, ഫഅഖ്ബിർഹും, അവരോട് നീ പറയണം, അന്നല്ലാഹ ഫറള അലൈഹിം സകാത്തൻ മിൻ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന് അല്ലാഹു സകാത്ത് നിയമമാക്കിയിരിക്കുന്നു എന്ന്. വതുറദ്ദു അലാ ഫുഖറായിഹിം, അവരിലെ ധനികരിൽ നിന്ന് അത് സ്വീകരിച്ചുകൊണ്ട് അവരിലെ ദരിദ്രയിലേക്ക് അത് തിരിച്ചുവിടുന്ന രൂപത്തിൽ. ഫൈദാ അതാഉ ബിഹാ, അക്കാര്യം അവർ അനുസരിച്ചാൽ, ഫഖുദ് മിൻഹും, അവരിൽ നിന്ന് അവരുടെ സക്കാത്ത് നീ സ്വീകരിക്കുക. വതവക്ക കറായിമ അംവാലിന്നാസ്, ജനങ്ങളിലെ മഹനീയമായ ഉത്തമമായ സ്വത്തുക്കളെ നീ സൂക്ഷിക്കുകയും ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകുന്ന നസീഹത്താണ്. അവിടെ ആദ്യം പോയിട്ട് പറയേണ്ടത് ജനങ്ങളോട് ഒന്നാമതായി അവരെ അറിയിക്കേണ്ട കാര്യം ഇബാദത്തുള്ള എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ പോയിട്ട് അവിടെ സാഹചര്യം നോക്കിയിട്ട് കുറച്ച് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുക, പിന്നെ കുറച്ച് പരിസ്ഥിതി പറയുക, പിന്നെ കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക, പിന്നെ വേറെന്തെങ്കിലും മലിനജലത്തെ പറ്റിയോ പ്രകൃതിയെ പറ്റിയോ പറയാ, ഇതൊന്നുമല്ല. അതൊക്കെ പറയേണ്ട ആൾക്കാർ പറഞ്ഞോളും. അത് പറയാനല്ല നമ്മൾ വന്നത്, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അവരോട് ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ട് ദുനിയാവ് ഇങ്ങനെ ഉഷാറാക്കി ഇസ്തിരിട്ട് നടക്കാൻ പഠിപ്പിക്കാനല്ല. അത് പറയാൻ്റെ ആൾക്കാരല്ല നമ്മൾ. നമുക്ക് അവരോട് പറയാനുള്ളത്, ഈ ദുനിയാവ് കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിങ്ങൾ ദുനിയാവിൽ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാലും എത്ര ഐശ്വര്യത്തിൽ ജീവിച്ചാലും ശരി, ആ ജീവിതം നിങ്ങൾക്ക് ഭാസുരമാക്കണമെങ്കിൽ അത് അള്ളാന്റെ കിതാബും റസൂലുള്ളാഹിന്റെ ചര്യയും പിന്തുടർന്ന് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യമാണ് ജനങ്ങളോട് പറയേണ്ടത്. ഇതാണ് നമുക്ക് ഏത് സമയത്തും ജനങ്ങളോട് പറയാനുള്ളത്. ദുനിയാവില് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. സഹാബികളുടെ ജീവിതത്തിലേക്ക് നോക്കൂ, അതിനുശേഷമുള്ള കാലം നോക്കൂ, പണ്ഡിതന്മാരുടെ കാലം നോക്കൂ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെ നോക്കൂ, ഇമാം അഹ്മദിനെ പോലെയുള്ള, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള ആളുകൾ എത്ര രൂപത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് അവർക്ക് അനുഭവിച്ചു പോകുന്നത്. അവർക്ക് സുഖകരമായി നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാട് കാണുന്ന രൂപത്തിൽ ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവർ നമ്മളെക്കാൾ യുക്തിയുള്ള ആൾക്കാരായിരുന്നില്ലേ? നമ്മളെക്കാൾ ബുദ്ധിയും യുക്തിയും കഴിവും പ്രാപ്തിയുമുള്ള തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ എഴുതുകയും പറയുകയും പ്രചരിപ്പിക്കുകയും എഴുതി വെക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തത് ഈ അഖീദയാണ്. അത് അവർ മനസ്സിലാക്കിയത് സഹാബികളിൽ നിന്നാണ്. അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് പുതിയതായൊന്നും പറയാനില്ല. നമുക്ക് ആ പറയുന്നത് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മതി. അത് എത്തിച്ചു കൊടുക്കുക. അത് മാത്രമേ നമ്മളെ മേൽ ബാധ്യതയുള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യം, ഇത് പ്രത്യേകിച്ച് ഈ ഒരു ക്രമത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ടായത്, നമ്മുടെ ആയുസ് എത്രയെന്ന് ആർക്കും അറിയില്ല. എന്റേത് നിങ്ങളത് ആരും അറിയില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ഈ തൗഹീദിന്റെ അഖീദയാണ് ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ, സൗകര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുകയും അമലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല അതിലിടക്ക് അദ്ദേഹത്തെ അള്ളാഹ് തിരിച്ചു വിളിച്ചുവെങ്കിൽ ഈ തൗഹീദിൽ അയാൾ മരിച്ചു പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദീൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസ് പ്രകാരം ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ഈമാനിന്റെ ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രസക്തവുമായ കാര്യങ്ങളിലേക്കുള്ള സൂചനകളാണ് നൽകിയത്. അതവർ പഠിച്ചതിന് ശേഷം പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ പിന്നീട് ഖുർആനിന്റെ സൂക്തങ്ങൾ ഓരോന്നായി അവരെ വായിച്ചു കേൾപ്പിക്കുകയും അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഫസ്ദദ്നാ ബിഹി ഈമാന, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈമാൻ കൂടുതൽ വർദ്ധിക്കുകയും ആ ഈമാൻ രൂഢമൂലമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, കലിമത്തു ഷഹാദ, അതിന്റെ തഹഖീഖ് ആദ്യം നമ്മൾ വരുത്തുക. നമ്മൾ ആ കാലയളവ് കൊണ്ട് തന്നെ മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ നമുക്ക് ഖൈർ പ്രതീക്ഷിക്കാം.
ഇനി അത് കഴിഞ്ഞാലോ പിന്നെ ബാക്കിയുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിലെ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ സൂചന നൽകിയത്. ഇനി അതേ സന്ദർഭത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒന്നാമത്തേത്, ഈ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അതുകൊണ്ട് തൗഹീദിന് വിരുദ്ധമായ കാര്യം ഏതാണ്? ഏറ്റവും നല്ല നന്മ, ഏറ്റവും വലിയ നന്മ തൗഹീദാണെങ്കിൽ അതിന് നേർ വിപരീതമായി നിൽക്കുന്ന ഏറ്റവും വലിയ തിന്മയേത്? നന്മ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ നന്മ നമ്മൾ പുണരാനാണ്, അത് നമ്മൾ വരിക്കാനാണ്, അത് നമ്മൾ ഗ്രഹിക്കാനാണ്. അതേ സന്ദർഭത്തിൽ തിന്മ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, ജനങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത് നന്മയെക്കുറിച്ചായിരുന്നു. അത് ഞാൻ കേൾക്കും, അത് ഉൾക്കൊള്ളും. അതേ സന്ദർഭത്തിൽ വകുന്തു അസ്അലുഹു അനിൽ ശർ, അതേ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നത് തിന്മയെക്കുറിച്ചായിരുന്നു. എന്തിനാണ് തിന്മയെക്കുറിച്ച് ചോദിക്കുന്നത്? മഖാഫത അൻ തുദ്രികനി, ആ തിന്മ എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട്. അതിനാൽ ഇതേ പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ നേർവിപരീതമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് അഹൂന ഹനീഫ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് വിശദീകരിച്ചു തരും. ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകിയ ഒരുപാട് നന്മകളെക്കുറിച്ചും ഒരുപാട് തിന്മകളിൽ നിന്നുള്ള വിലക്കും അദ്ദേഹം തന്റെ മകന് ഉപദേശിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, യാ ബുനൈ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലയോ കുഞ്ഞു മകനെ, നീ അല്ലാഹുവിൽ യാതൊന്നും ശിർക്ക് വെക്കരുത്, യാതൊന്നും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്കാണ് ഏറ്റവും വലിയ ദുൽമ. ഇന്നിവിടെ നിങ്ങൾക്ക് വിവരിക്കപ്പെട്ട കാര്യങ്ങളൊന്ന് ക്രമത്തിൽ നിങ്ങളൊന്ന് പുനരാലോചിക്കുക. ആകാശഭൂമികളെ അള്ളാഹു പടച്ചത്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ലോകം മുഴുവൻ അള്ളാഹു സംവിധാനിച്ചത് ഏതൊരു ഹക്കിന് വേണ്ടിയാണോ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മുഴുവനും തകരാറിലാകുന്ന, അത് മുഴുവൻ പൊളിഞ്ഞു പോകുന്ന ഏറ്റവും വലിയ ബാത്തിൽ, അതാണ് ശിർക്ക്. അത് നടമാടപ്പെടുക, തൗഹീദ് തകരുക, ശിർക്കുണ്ടാവുക, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ധിക്കാരങ്ങളിൽ ഏറ്റവും വലുത്. അഅ്ളമു ദംബിൻ ഉസിയ അല്ലാഹു ബി, അല്ലാഹുവിനെ ധിക്കരിക്കപ്പെടുന്ന ധിക്കാരങ്ങളിൽ എല്ലാ തെറ്റ് എന്ന് പറയുന്നത് അനുസരിക്കുന്നതിനെതിരിൽ ധിക്കരിക്കലാണ്. എല്ലാ തെറ്റും അല്ലാഹുവിനുള്ള ധിക്കാരങ്ങളാണെങ്കിൽ, ധിക്കാരങ്ങളിൽ ഏറ്റവും വലിയ ധിക്കാരം അവന്റെ ഹക്കിൽ നേർക്കുനേരെ കൈവെക്കുന്ന ശിർക്കാണ്. അവന് മാത്രം അവകാശപ്പെട്ട, മറ്റൊരാൾക്കും അതിൽ നിന്നൊന്നും കൊടുക്കാൻ പാടില്ലാത്ത ഇബാദത്തുകൾ, ആരാധനകൾ അവന് മാത്രം കൊടുക്കേണ്ടതിന് പകരം അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അവനല്ലാത്ത മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത്, അതിനോളം വലിയ ഒരു പാപം വേറെ ഒന്നില്ല എന്നുള്ളത് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിശദീകരിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഅൽതു അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യ ലംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു. ഖാൽ അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. എന്തിൽ സമന്മാരെ? അല്ലാഹുവിന് ഇബാദത്തുകളിൽ സമന്മാരെ നിശ്ചയിക്കലാണ്. വഹുവ ഖലഖക, അവനാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്നിരിക്കെ അവനെ നീ ഖാലിഖായി അംഗീകരിക്കുന്നു. അവനെ മാത്രമാണ് നീ ഇലാഹായി അംഗീകരിക്കേണ്ടത്. അവനുള്ള ഉലൂഹിയത്തിൽ എന്തെങ്കിലും ഒന്ന് പങ്കു ചേർക്കുക. അവനാണല്ലോ നിന്നെ പടച്ചത്, വേറൊരാളും സൃഷ്ടിപ്പിൽ ഒന്നും തന്നെ പങ്കു ചേർന്നിട്ടില്ലല്ലോ. അതുപോലെ ആരാധനകളിൽ ഒരു പങ്കും വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല. ഇതിനോളം വലിയ ഒരു തെറ്റ് വേറെ ഒന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ആദ്യം എടുത്തു പറഞ്ഞത്. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ് റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഖുൽതു ഇന്ന ദാലിക ലഅളീം, അത് വലുതാണ്. ഖാല ഖുൽതു സുമ്മ ഐ, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ ഏതാണ്? ഖാല അൻ തഖ്തുല വലദക തഖാഫു അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ, നീ ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് നിന്റെ കുട്ടിയെ കൊന്നുകളയലാണ്. അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. വീണ്ടും ചോദിച്ചു ഖുൽതു സുമ്മ ഐ, പിന്നെ ഏതാണ്? ഖാല അൻ തുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുന്നതാണ്. ഇനി നമ്മുടെ അടുക്കൽ വെറുപ്പ് ഏതിനായിരിക്കും? നമ്മുടെ അടുക്കൽ ഇതിനൊക്കെ പറഞ്ഞ വലുപ്പം പാപം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചില അതിന് ദഅവത്ത് ചെയ്യുന്ന ആളുകളുടെ ഇടയിലാണെങ്കിലും വേറെ ചിലതുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ജനങ്ങൾ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളെ നാട്ടിലുണ്ട് കുറച്ച് തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകൾ. 75 കൊല്ലമായി നമ്മൾ തൗഹീദ് പഠിപ്പിക്കുന്നു. 75 കൊല്ലം പഠിപ്പിച്ചത് തൗഹീദിലേക്ക് എന്നൊരു ബോർഡാണ്. അവിടേക്ക് എത്തിയില്ല. ലേക്ക് 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 തൗഹീദ് 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 ഇതേ പറയണുള്ളൂ. അവിടേക്കടെ എത്തണ്ടേ? എന്താണ് തൗഹീദ് എന്ന് പഠിക്കണ്ടേ? അവസാനം തൗഹീദിലേക്ക് 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 ശിർക്ക് അവനവൻ വന്ന് അതിൽ ചെന്ന് വീഴുമ്പോഴും തൗഹീദിലേക്ക് എന്നുള്ള വാക്ക് മാത്രമായി. അതുകൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഈ പ്രബോധകന്മാർ, ഈ ദഅവത്ത് നടത്തുന്നവർ, ഈ പണ്ഡിതന്മാരെന്ന് വേഷം ധരിച്ച് നടക്കുന്നവർ, അവരതിൽ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ ആരും നന്നാകാൻ? ഏതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്? ഏതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്? മറ്റെല്ലാം ഗൗരവമുള്ളതൊക്കെ ഗൗരവം കൊടുക്കണം. അതിന്റെ ഗൗരവം ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യത്തിന് എത്രയാണോ അള്ളാഹും റസൂലും വില കൊടുത്തിട്ടുള്ളത് ആ വില കാണണം. അതിനപ്പുറത്തേക്ക് അതിനെ ക്രമം തെറ്റിച്ച് മുന്നോട്ട് കൊണ്ടുവരരുത്. ഇവിടെ എല്ലാവരും ചെയ്യണതിന്റെ കൂടെ കൂടാൻ പലരുണ്ടാവും. ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെ മക്കനെ അയച്ചു വെച്ചാൽ അതിന് വേണ്ടിയിട്ട് സിമ്പോസിയവും സമ്മേളനവും നടത്താൻ ആൾക്കാരുണ്ട്. കാരണം എന്താ? ഒരു മുസ്ലിമിന്റെ മക്കനെ അയച്ചു വെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടുണ്ടാവും. പരീക്ഷ ഹാളിൽ കയറ്റാതിരുന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പല ക്രിസ്ത്യൻ സ്കൂളുകളിലും മക്കനിട്ട പെണ്ണുങ്ങളെ കയറ്റിയിട്ടില്ല. കന്യാസ്ത്രീയുടെ മക്കനെ അയച്ചു വെച്ചപ്പോൾ അതൊരു സംഭവമാക്കിയിട്ട് ഏറ്റെടുക്കുന്നത് അവരെക്കാളും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ ചെയ്യുമ്പോൾ അത് വേറൊരു ക്വാളിറ്റിയാണല്ലോ വരിക. തെറ്റ് തന്നെ, ശരിയാണ്. പക്ഷെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ കൂട്ടത്തിൽ പറയണം. അത് പത്രത്തിൽ വാർത്തായ നമ്മളും പറയണ്ടേ? അതിനല്ല നമ്മള് എല്ലാരും പറയണതിന്റെ കൂട്ടത്തിൽ പറയാനല്ല. ആരും പറയാത്ത, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന അമ്പിയാക്കൾ മാത്രം പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അത്ര വലിയൊരു കാര്യമുണ്ട്. അത് തൗഹീദാണ്. അത് ശിർക്കിനെതിരിലുള്ള തഹ്ദീറാണ്. അത്തൻദീദ് ബിൽ അസ്നാം, വിഗ്രഹങ്ങൾക്കും ശിർക്കിനുമെതിരുമുള്ള തൻദീദാണ്. അത് പറയാൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. കിതാബ് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. ആളുകൾക്ക് അതിലുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട്? കുറച്ചു കാലം ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കും തോന്നും, ഇപ്പൊ കിതാബ് തൗഹീദ് കഴിഞ്ഞില്ലേ, നമ്മൾ കുറെയൊക്കെ പഠിച്ചില്ലേ, ഇനി വേറെന്തെങ്കിലും പഠിക്കാം. തൗഹീദിന്റെ പഠനം, തൗഹീദിന്റെ ദഅവത്ത്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഷർറ് മനസ്സിലാക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, വകുൻതു അസ്അലുഹു അനി ശർ മഖാഫത അൻ യുദ്രികനി, ഞാൻ ഷർറിനെ കുറിച്ച് റസൂലുള്ളാഹിയോട് ചോദിച്ചു പഠിക്കാറുണ്ട്, എന്നെ അത് ബാധിക്കാതിരിക്കാൻ. നമ്മളിൽ പലരും തൗഹീദ് പറഞ്ഞു നടക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും ശിർക്ക് വന്ന് ഭവിച്ചിട്ട് അവർ കിടന്നിട്ട് ഉരുളേണ്, ശിർക്കിലകപ്പെട്ടിട്ട് ഉരുളേണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ശിർക്കിനെ കുറിച്ച് പഠിക്കുന്നത് നിർത്തി, തൗഹീദിനെ കുറിച്ച് പഠിക്കുന്നത് നിർത്തി. അത് വിശദമായി പഠിക്കാന്നൊന്നും പറഞ്ഞാൽ അതൊന്നുമില്ല. അത് ഏറി വന്ന ഏതെങ്കിലും അറബി കോളേജിന്റെ മൂലക്കൽ പരീക്ഷ എഴുതാനുള്ള ഒരു സബ്ജക്ട്. വേറെന്താ? ജനങ്ങൾക്ക് അതൊക്കെ പഠിപ്പിക്കണോ? ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേറെ പലതുണ്ട്. ഉപനിഷത്തുകളുണ്ട്, ഗീതകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് എന്താ പഠിപ്പിക്കണത്? അവസാനം ഇതൊക്കെ പഠിപ്പിച്ച് ഗവേഷണം നടത്തി വലുതാകുന്ന ആൾക്കാർ അള്ളാഹ് ആരാണെന്ന് ചോദിച്ചാ ഖുർആനിൽ നല്ല തപ്പുന്നത് ഉപനിഷത്തുന്ന. ഉപനിഷത്തിൽ അള്ളാഹനെ എങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടോ, അള്ളാഹനല്ല വേറെ ആരും എന്തെങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടോ അതെടുത്തിട്ട് അള്ളാഹ്ക്ക് ചേർത്തി കൊടുക്കുക. അങ്ങനെ അള്ളാഹ്ന്ന് പരിചയപ്പെടുത്തുക. ഈ അവസ്ഥയിലേക്ക് എത്തി. ശിർക്ക് അത്ര തരം ഗൗരവമുള്ള വിഷയമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് ഒരിക്കൽ ചോദിച്ചു, ഒരിക്കൽ സദസ്സിൽ പറഞ്ഞു, യുസ്കറുൽ ബാരിഹ അന്നഹു വുജിദ റജുലുൻ അലാ ഉമ്മിഹി യുജാമിഉഹാ. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ തന്റെ ഉമ്മയുമായി വ്യഭിചരിക്കുന്നത് കാണപ്പെട്ടു. ഇത് കേട്ടപ്പോ സദസ്സ് മുഴുവൻ ഇളകി മറിഞ്ഞു. ഓ, എന്തൊരു വലിയ സംഭവമാണ്!
അദ്ദേഹം അത് പറഞ്ഞു. എല്ലാവരും സംഭവമാക്കി എടുത്തു, പോയി. പിറ്റേന്ന് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന വാഹിദൻ ഉസീബ ബിമറദിൻ ശദീദ് ഫഖീല ലഹു ഇദ്ബഹ് ദുയൈകൻ ലിഫുലാനിൻ വലി ഫലം യസ്തഅളിമു. ഒരാൾക്ക് ഒരു രോഗം ബാധിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാണ്ട് വേറൊരാൾ പറഞ്ഞു, ഒരു വലിയന് ഒരു കോഴിക്കുഞ്ഞിനെ അറുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്നലെ കേട്ട ഒന്നുമില്ല, ഇന്നലെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഗൗരവമുള്ളതാണ്. ഇന്ന് പറഞ്ഞ കാര്യമോ അതിനേക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ് അള്ളാഹുവിന്റെ ഹക്ക്. ഈ കാര്യം ബോധ്യപ്പെടാത്തിടത്തോളം നമ്മൾ രക്ഷപ്പെടില്ല. ഏറ്റവും വലുത്, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ശിർക്കാണ്. അതിൽ നിന്നൊന്നും കലരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കാര്യത്തെക്കുറിച്ച് അതിൽ നിന്ന് നമുക്ക് തഹദീർ തോന്നണമെങ്കിൽ ആ കാര്യത്തിന്റെ ഗൗരവം അറിയണ്ടേ? ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ വിരലെടുത്തിട്ട് ഇലക്ട്രിക് ഇതിന്റെ ബോർഡിന്റെ ഉള്ളിൽ കുത്തിക്കയറ്റും, അതിന്റെ ഗൗരവം അതിനറിയില്ല. എന്നാ നമ്മളോ അത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാ? അതിൽ പോയി പെട്ടാലുള്ള ഗൗരവം അറിയുന്നത് കൊണ്ടാണ്. ശിർക്കിന്റെ ഗൗരവം അറിയാത്തവൻ അതിലേക്ക് പോയി പെടാൻ ഒരു പണിയില്ല. ഗൗരവം അറിയാന്ന് പറഞ്ഞാൽ ഗൗരവമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ശിർക്കാകുന്നത്? എന്തൊക്കെയാണ് കർമ്മത്തിൽ ശിർക്കാകുന്നത്? എന്തൊക്കെയാണ് വാക്കുകളിൽ ശിർക്കാകുന്നത്? എന്തൊക്കെയാണ് നെഞ്ചകങ്ങളിൽ ശിർക്കാകുന്നത്? വെറുതെ കുറെ ഒരു കബറിന്റെ മുന്നിൽ ചുറ്റും പോണുണ്ടെങ്കിൽ അത് ശിർക്ക്. എന്നാലോ നമ്മളെ പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാലോ അള്ളാനെ പോലും മറന്നിട്ട് ഈ ജാതി വർത്താനം പറഞ്ഞ അത് ശിർക്കാവില്ലേ? അത് ശിർക്കാവില്ലേ? ആ വാചകം പറയരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിന്റെ ഗണത്തിൽ എണ്ണി പറഞ്ഞതാണ്. ശിർക്കിൽ എന്തൊക്കെ ഗൗരവമുണ്ട് ഇത് പഠിക്കൽ, ഇതറിയൽ, എന്നിട്ട് അതിന്റെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കുകയും അതിനെതിരിൽ വേറെ ആരും പറയാനുണ്ടാവില്ല. തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ, ശിർക്ക് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് ഈ ഉമ്മത്തിൽ ഈ ബാധ്യത ഏറ്റെടുത്ത പണ്ഡിതന്മാരല്ലാതെ മറ്റാരുമില്ല. അതാണ് ഏറ്റവും വലുത്. തഹദീർ നടത്തേണ്ട ഏറ്റവും വലിയ പാപം അത് ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. അതിന്റെ ക്രമം നമ്മൾ തെറ്റിക്കരുത്. നമ്മൾ എടവണ്ണയിലാണ്. എടവണ്ണ എന്ന് പറഞ്ഞാൽ ഇത് തൗഹീദിന്റെ പ്രദേശമാണ്. ഇവിടെ തൗഹീദാണുള്ളത്. ഇനി നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിലേക്ക് വരണം. അത് മരന്നടലാണ് എന്ന് പറയുന്ന അവസ്ഥയെത്തി. അറബ് ലോകത്ത് സിഫറും സൽമാനും ഒക്കെ പറയാറുള്ള പോലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞില്ലേ? 10 മിനിറ്റ് പോലെ തൗഹീദ് അറിയാൻ ജീവിതകാലം മുഴുവൻ തൗഹീദോ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദോ? റസൂലുള്ള സഹാബത്തിന് എപ്പോഴൊക്കെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? 10 മിനിറ്റ് കൊണ്ട് തീർന്നോ? മക്കത്തുനിന്ന് തീർന്നോ? മദീനത്തുനിന്ന് തീർന്നോ? റസൂലുള്ളാഹിയുടെ ചര്യ മുബാറക്കുൽ മീലി റഹ്മഹുള്ള പറയുന്നു, ഫലാ തറക്കൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൻദീദ ബിൽ അസ്നാം വഹുവ വഹീദ്. ഏകാഗിയായി ആരാരുമില്ലാതെ ഒറ്റക്ക് മക്ക മണലാരണ്യങ്ങളിൽ നടന്ന സമയത്ത് ശിർക്കിനെതിരിലുള്ള അസ്നാമുകൾക്കെതിരിലുള്ള തൻദീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചില്ല. വലാ ദഹല അൻഹു വഹുവ മഹ്സൂറുൻ ബിശ്ശഅബ് 3 സനവാത് ശദീദാത്. 3 വർഷക്കാലം അബൂ ത്വാലിബിന്റെ താഴ്വാരത്തിൽ കഠിനമായ പ്രയാസകരമായ വിശപ്പ് പോലും സഹിച്ച് കഠിന പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിലും തൗഹീദിനെ കുറിച്ചുള്ള വർത്താനം നിർത്തിയിട്ടില്ല. ശിർക്കിനെതിരെയുള്ള വർത്താനം നിർത്തിയിട്ടില്ല. അവിടെ പ്രശ്നം വിശപ്പാണല്ലോ, അവിടെ വിശപ്പിന്റെ പ്രശ്നങ്ങൾ എന്നാൽ എടുത്തിടാം, അതുകൊണ്ട് അതിന് നടക്കട്ടെ. ഇല്ല, തൗഹീദ് പറയുന്നതും ശിർക്കിനെതിരിൽ പറയുന്നതും ആ വിശപ്പിന്റെ ഘട്ടത്തിൽ റസൂൽ അവസാനിപ്പിച്ചിട്ടില്ല. അവിടെ വിശപ്പല്ല, അതിനേക്കാൾ ഗൗരവം തൗഹീദും ശിർക്കും തന്നെയാണ്. അതുപോലെ തന്നെ വലാ നസിയഹു വഹുവ മുഖ്തഫിൻ ഫി ഹിജ്റതിഹി വൽ അദു മുസ്തദ്ദുൻ ഫി തലബിഹി. തന്റെ ഹിജ്റയുടെ വേളയിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ആ ഗുഹയിലിരിക്കുന്ന സന്ദർഭത്തിൽ എതിരാളികൾ തേടി വരാൻ വേണ്ടിയിട്ട് ശക്തമായ തിരച്ചിൽ നടത്തുന്ന സന്ദർഭത്തിൽ ഒളിച്ചിരിക്കുന്ന ആ ഘട്ടത്തിലും തന്റെ കൂടെ ഉള്ള അബൂബക്കർ സിദ്ദീഖിനെ ഓർമ്മിപ്പിക്കാനുള്ളത് തൗഹീദിനെ കുറിച്ച് തന്നെയായിരുന്നു. ഒളിച്ചിരിക്കുന്ന ആ പേടിപ്പെടുന്ന സന്ദർഭത്തിൽ പോലും വലാ ഖത അൽ ഹദീസ് അൻഹു വഹുവ ളാഹിറുൻ ബിമദീനത്തിഹി ബൈന അൻസാരിഹി. വിജയശ്രീലാളിതനായിക്കൊണ്ട് മദീനയിൽ തന്റെ അനുചരന്മാരുടെ, തന്റെ അനുയായികളുടെ, തന്നെ സഹായിക്കുന്നവരുടെ കൂടെ വിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിലും സന്തോഷത്തിന്റെ ആ ഘട്ടത്തിലും എന്നതിനെ കുറിച്ച് അവസാനിപ്പിക്കാം, രണ്ടാം ഘട്ട പണി തുടങ്ങാമെന്ന് പറഞ്ഞില്ല. തൗഹീദിനെ കുറിച്ചുള്ള വർത്താന റസൂൽ അവസാനിപ്പിച്ചില്ല. മക്ക വിജയിച്ചടക്കിയിട്ട് പോലും തൗഹീദിന്റെ വർത്താനത്തിന്റെ വാതിൽ കൊട്ടിയടച്ചില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ ശഗല അൻഹു വഹുവ യുജാഹിദ് വയുൻതസർ വയകിർ വലാ യഫിർ. അദ്ദേഹം ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും
വിജയങ്ങൾ കൊയ്തെടുക്കുന്ന സന്ദർഭത്തിലും ശത്രുവിനെ വെട്ടുന്ന ചാടി ആക്രമിക്കുന്ന സന്ദർഭത്തിലും തൗഹീദിനെ കുറിച്ചുള്ള വർത്തമാനം യുദ്ധഭൂമിയിൽ പോലും അവസാനിപ്പിച്ചിട്ടില്ല. വലക്തഫ ബിതലബിൽ ബൈഅത്തി അലൽ ഖിതാലി അൻ തക്രീരി അർദിൽ ബൈഅത്തി അല തൗഹീദ് വനബിൽ ശിർക്ക്. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു ബൈഅത്ത് വാങ്ങുന്ന സന്ദർഭത്തിലും തൗഹീദിനെ കുറിച്ചുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഷിർക്കിനെതിരിൽ ഷിർക്ക് ചെയ്യില്ല എന്ന് വീണ്ടും വീണ്ടും ബൈഅത്ത് വാങ്ങാതിരുന്നിട്ടില്ല. വഹാദിഹി സീറത്തുൽ മുദവ്വന, ഇതാണ് അദ്ദേഹത്തിന്റെ ക്രോഡീകരിക്കപ്പെട്ട ചരിത്രം. ചരിത്രം അത് സാക്ഷിയാണ്. വഅഹാദീസുൽ മുസഹഹ, സ്വഹീഹാക്കപ്പെട്ട ഹദീസുകൾ അതിന് സാക്ഷിയാണ്. ഫതതബ്ബഅഹ, അത് നീ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു നോക്കൂ. തജിദു തസ്ദീഖ വദ്ദഅന, നമ്മുടെ ഈ വാദത്തിന് അതിനെ സത്യപ്പെടുത്തുന്ന തെളിവ് നിനക്ക് കാണാം. വതഫ്സീലി മാ അജ്മൽന, നമ്മളോട് വളരെ സംക്ഷിപ്തമായി പറഞ്ഞ ഈ കാര്യം വിശദമായി റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ചരിത്രം വായിച്ചാൽ, ഹദീസുകൾ സ്വഹീഹ ഹദീസുകൾ പഠിച്ചാൽ അക്കാര്യം നിനക്ക് ബോധ്യമാകും. അതുകൊണ്ട് ഇത് തന്നെയാണ് ആദ്യം പറയേണ്ടത്, ഇത് തന്നെയാണ് അവസാന നിശ്വാസം വരെ പറയേണ്ടത്. അഖൂലു ഹാദാ വല്ലാഹു തആല അഅലം.